പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വ്യക്തിപരമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും ദൈവം സംരക്ഷണം തരും. അങ്ങനെ ആർക്കൊക്കെയാണ് സംരക്ഷണം തരുന്നത് എന്ന് പറയുന്ന വചനഭാഗമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. സങ്കീർത്തനം 91:10 ഈ വചനം നാം വായിക്കുന്നു. നിനക്ക് ഒരു തിന്മയും ഭവിക്കയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, ആർക്കാണ് ഈ സംരക്ഷണം കിട്ടുന്നത്? വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരെയും നന്മയിൽ ആയിരിക്കുന്നവർക്കും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ, നന്മയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം സംരക്ഷണം തരും. ഒരു കാര്യം ദൈവം ഉറപ്പായി തരുന്ന വാഗ്ദത്തമാണ്, വിശ്വസ്തയോടെ ജീവിക്കുന്ന മക്കൾക്ക് ദൈവം തരുന്ന സംരക്ഷണമുണ്ട്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വസാപൂർവം നമുക്ക് ജീവിക്കുവാൻ തടസ്സം നിൽക്കുന്ന ഒത്തിരി ബന്ധനങ്ങളില്ലേ? നന്മയെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കാത്ത ഒത്തിരി ഘടകങ്ങളില്ലേ? എങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്കും കുടുംബത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കള് അതിന് തടസ്സം നിൽക്കുന്ന ഓരോ അവസ്ഥകളും ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കുക. ഇതാ പ്രിയമുള്ളവരെ, നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ബന്ധനങ്ങളും, പാപത്തിൻ്റെ അവസ്ഥകളും, നന്മയെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളും ഇതാ നിങ്ങൾ സമർപ്പിച്ചത് അച്ഛൻ അൾത്താരേക്ക് കൊണ്ടുപോകുന്നു. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒപ്പം തന്നെ നന്മയിൽ ജീവിക്കുവാനും വിശ്വാസത്തിൽ മുന്നേറുവാനും കർത്താവ് നിനക്ക് ശക്തി തരും. അതിന് വഴി കർത്താവ് ഒരുക്കി നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നന്മയിൽ ജീവിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.